നമസ്കാരം. ഇനി 8 നാൾ കഴിഞ്ഞാൽ കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നമ്മളുടെ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ ഈ ദിവസങ്ങളിലെ ഉത്കണ്ഠകൾ എന്ത്, ആര് ഭരണത്തിൽ വരും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആര് വാഴും ആര് വീഴും എന്നുള്ളത് സ്ഥിരമായി നാം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിലുള്ളൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ സാധാരണ രീതിയിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത്. വിശകലനത്തിന് വേണ്ടി നാം നമ്മളുടെ കണ്ണുകളെ, നമ്മളുടെ കാതുകളെ നൽകാനായിട്ട് തയ്യാറാവുന്നത് എന്തായിരിക്കും റിസൾട്ട് എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ആരാണ് അധികാരത്തിലേക്ക് വരുന്നത്? LDFൻ്റെ മൂന്നാം ഊഴം ഉണ്ടാകുമോ, അതോ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇൻഡെപ്ത് പോൾ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. നിരന്തരമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനങ്ങളെല്ലാം തന്നെ ഈ പോൾ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടുള്ള പോൾ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു നിഗമനത്തിലെത്തുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് നമുക്കവിടെ കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2008 കേരളത്തിലെ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഡീലിമിറ്റേഷന് വിധേയമാകുന്നു. പുതിയ അതിർത്തികൾ നിശ്ചയിച്ച് പുതിയ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാകുന്ന 2008. 2008 അത്തരത്തിൽ ഒരു മാറ്റം വന്നതിന് ശേഷം നമ്മൾ നിയോജക മണ്ഡലങ്ങളുടെ സ്റ്റാറ്റസ് കോ പരിശോധിച്ചാൽ കേരളത്തിൽ ചില സമയത്ത് LDFന് അനുകൂലമായ ട്രെൻഡുണ്ടാവും, ചില സമയത്ത് UDFന് അനുകൂലമായ ട്രെൻഡുണ്ടാവും. ഈ രണ്ട് ട്രെൻഡുകളെയും ബാധിക്കാതെ ട്രെൻഡുകളിൽ നിന്ന് സ്വതന്ത്രമായി നിലനിൽക്കുന്ന നിരവധി നിയോജക മണ്ഡലങ്ങളുണ്ട് എന്നത് ഈ പോൾ ഡാറ്റയിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പോൾ ഡാറ്റ പറയുന്നതനുസരിച്ച് 51 നിയോജക മണ്ഡലങ്ങൾ LDFന് അനുകൂലമായി സ്ഥിരമായി നിൽക്കുന്നതാണ്. 2011 തിരഞ്ഞെടുപ്പ്, 2016 തിരഞ്ഞെടുപ്പ്, 2021 തിരഞ്ഞെടുപ്പ്, ഈ 3 തിരഞ്ഞെടുപ്പിലും ഒരു മാറ്റമില്ലാതെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന LDF കേന്ദ്രങ്ങളെന്ന് പറയുന്നതാണ് ഈ 51 നിയോജക മണ്ഡലങ്ങൾ എന്നത്. അതേസമയത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം അത് 28 മാത്രമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം 28 മാത്രമാണ് സ്ഥിരമായി എല്ലാ പ്രവണതകളെയും അതിജീവിച്ചുകൊണ്ട് വിജയം നേടാനായിട്ട് കഴിയും. അപ്പോൾ പ്രവണതകളെ, ട്രെൻഡുകളെ അതിലംഘിച്ച് നിൽക്കുന്ന ഈ നിയോജക മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആര് വരും അധികാരത്തിൽ എന്ന് നിശ്ചയിക്കുന്നതിൽ ഈ നിയോജക മണ്ഡലങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം 51 നിയോജക മണ്ഡലങ്ങൾ അവരുടെ കയ്യിലിരിക്കുകയാണ് ചെയ്യുന്നത്. അധികാരത്തിലേക്ക് എത്താൻ പിന്നീട് അവർക്ക് വേണ്ടി വരുന്നത് 20 നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ്. എന്നാൽ UDFൻ്റെ കയ്യിൽ 28 നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ്. അവർക്ക് അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ കൂടുതൽ നമ്പർ അവർക്ക് ആവശ്യമാണ്. വളരെ കൂടുതൽ MLAമാർ അവർക്ക് ആവശ്യമാണ്. ഇതാണ് ഈ മത്സരം ആരംഭിക്കുന്ന സമയത്ത് രണ്ട് കൂട്ടരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സമയത്ത് ഒരു കൂട്ടർക്ക് അതിനകത്ത് അല്പം അഡ്വാൻറ്റേജ് ഉണ്ട്, അത് LDFനാണ്. മറ്റൊരു കൂട്ടത്ത് അല്പം ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ആ ഡിസഡ്വാൻറ്റേജ് UDFനെയും ബാധിക്കുന്നു എന്നുള്ളത്. ഈ തിരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈയുള്ളത് മലബാറിലാണ്. LDFന് മേൽക്കൈ കണ്ണൂരിലും ആലപ്പുഴയിലുമാണ്. മധ്യ കേരളത്തിൽ വീണ്ടും കോൺഗ്രസിനും UDFനും നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആർക്കും സ്വാധീനം ചെലുത്താൻ കഴിയാത്തതെന്ന് കരുതപ്പെടുന്നത് സൗത്താണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒരുപക്ഷെ ആരധികാരത്തിൽ വരും എന്നതിന് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചേക്കാം എന്നാണ് കരുതപ്പെടുന്നത്. നമുക്ക് സ്ഥിരമായി CPM ജയിക്കുന്ന മണ്ഡലങ്ങൾ ഏതെല്ലാമാണ് എന്ന് പരിശോധിക്കാം. അതിലൊന്നാമത് ഉദുമ, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്ലാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്,
ബേപ്പൂർ, പൊന്നാനി, ഷൊർണൂർ, ഒറ്റപ്പാലം, കൊങ്ങാട്, മലമ്പുഴ, തരൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, പുതുക്കാട്, വൈപ്പിൻ, ദേവികുളം, ഉടുമ്പൻചോല, ഏറ്റുമാനൂർ, അരൂർ, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം, മാവേലിക്കര, കൊട്ടാരക്കര, കൊല്ലം, ആറ്റിങ്ങൽ, വാമനപുരം, നെയ്യാറ്റിങ്കര. ഇതാണ് സ്ഥിരമായി CPM ജയിക്കുന്നതായിട്ടുള്ള 38 മണ്ഡലങ്ങൾ. ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ട ഒരു ആവശ്യമായി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ 4 സ്ഥലങ്ങളിലെങ്കിലും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കൊട്ടാരക്കരയും അമ്പലപ്പുഴയും, പിന്നെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഒറ്റപ്പാലം. ഈ 5 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും അട്ടിമറി നടക്കുമോ എന്ന് ഉറപ്പായിട്ട് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ അവിടെ അതിശക്തമായിട്ടുള്ള വിമത പ്രാതിനിധ്യം CPMനെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ CPMൻ്റെ കയ്യിലിരിക്കുന്ന ഈ 5 സീറ്റുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താനായിട്ട് കഴിയുമോ? അത് വരാൻ പോകുന്നതായിട്ടുള്ള ഫലത്തെ കാര്യമായ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ CPM സ്ഥിരമായി ജയിക്കുന്ന നിയോജക മണ്ഡലങ്ങൾ കാഞ്ഞങ്ങാട്, നാഥാപുരം, നാട്ടിക, കയ്പമംഗലം, പീരുമേട്, വൈക്കം, ചേർത്തല, അടൂർ, പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ, ചിറയൻകീഴ്. ഇതാണ് CPM സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള 12 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ. ഇവിടെ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥിരമായി ജയിക്കുന്ന നിയോജക മണ്ഡലങ്ങൾ മഞ്ചേശ്വരം, കാസർഗോഡ്, കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, തിരൂർ, കോട്ടക്കൽ, മണ്ണാർക്കാട്. ഇത്രയും സ്ഥലങ്ങളാണ് IUML സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ IUML ജയിച്ചുകൊണ്ടിരിക്കുന്നത് 14 നിയോജക മണ്ഡലങ്ങളിലാണ്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങളാണ്. അവിടെ അവർ ഈ കഴിഞ്ഞ 2011-ലും 2016-ലും 2021-ലും തോറ്റിട്ടില്ല എന്നുള്ളതാണ്. ഇനി കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്ന നിയോജക മണ്ഡലങ്ങൾ നോക്കാം. ഇരിക്കൂർ, പേരാവൂർ, സുൽത്താൻ ബത്തേരി, വണ്ടൂർ, പാലക്കാട്, ആലുവ, പറവൂർ, എറണാകുളം, തൃക്കാക്കര, കോട്ടയം, പുതുപ്പള്ളി, ഹരിപ്പാട്. ഇത് എന്നും കോൺഗ്രസിനെ മാത്രം ജയിപ്പിക്കുന്നതായിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിലൊന്നും ഒരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങളാണ് യഥാർത്ഥത്തിൽ ആരധികാരത്തിലേക്ക് വരും എന്ന് നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് നോക്കാം. LDFനെ മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയുള്ളതെന്ന് കരുതപ്പെടുന്ന 25 മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളായിരിക്കും LDF ആണോ അധികാരത്തിലേക്ക് വരുന്നത്, UDF ആണോ അധികാരത്തിലേക്ക് വന്നത് എന്ന് തീരുമാനിക്കുന്ന മണ്ഡലങ്ങൾ. ഞാൻ അവയുടെ പേര് വായിക്കാം. അഴീക്കോട്, ഇപ്പോൾ അവിടെ CPM സിറ്റിംഗ് സീറ്റാണ്. മാനന്തവാടി, തൃത്താല, പട്ടാമ്പി, മണലൂർ, വടക്കഞ്ചേരി, തൃപ്പൂണിത്തുറ, കൊച്ചി, പാല, കാഞ്ഞിരപ്പള്ളി, കുട്ടനാട്, റാന്നി, കോന്നി, ആറന്മുള, കുന്നത്തൂർ, പത്തനാപുരം, വർക്കല, നെടുമങ്ങാട്, കഴക്കൂട്ടം, പാറശാല, കാട്ടാക്കട, നേമം, തിരുവല്ല, ചെങ്ങന്നൂർ, ഇരിങ്ങാലക്കുട, തവനൂർ. ഈ 25 നിയോജക മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും CPM ആണ് കഴിഞ്ഞ തവണ വിജയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തവണ ആ നിയോജക മണ്ഡലങ്ങളിൽ വലിയ വെല്ലുവിളിയാണ് CPM നേരിടുന്നത്. ആ വെല്ലുവിളികളെ മറികടക്കാൻ കഴിഞ്ഞാൽ ഈ 25 നിയോജക മണ്ഡലങ്ങളിൽ 20 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അധികാരത്തിലേക്കെത്താൻ അല്ലെങ്കിൽ ഒരു 3-ാം ഊഴം LDFന് എന്ന് പറയുന്നത് വളരെ സുനിശ്ചിതമാക്കുന്ന ഒന്നാണ്. ബാക്കിയുള്ള നിയോജക മണ്ഡലങ്ങളെ മുഴുവൻ നമ്മൾ വിടുകയാണ് ചെയ്യുന്നത്. അവിടെ UDF മുഴുവൻ സ്ഥലങ്ങളിൽ വിജയിച്ചാൽ പോലും ഈ വെല്ലുവിളി നേരിടുന്നതായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിൽ LDFന് മേൽക്കൈ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞാൽ 25 എണ്ണത്തിൽ 20 എണ്ണത്തിൽ ജയിക്കേണ്ടത് ആവശ്യമാണ്. അതിന് പേരൊക്കെ കേൾക്കുന്ന സമയത്ത് പലർക്കും അത് ചിലപ്പോൾ CPM തന്നെ ജയിക്കുന്നതാണ് എന്ന് തോന്നാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അഴീക്കോട് നമ്മളെടുത്തു. അഴീക്കോട് CPM തന്നെ ജയിക്കും. മാനന്തവാടിയും വേണമെങ്കിൽ CPMന് ജയിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ മന്ത്രി കേളുവിൻ്റെ നിയോജക മണ്ഡലമാണ്. പക്ഷേ വേണമെങ്കിൽ അത് UDFന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സ്ഥലമാണ്.
തൃത്താലയിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ഒരുപക്ഷെ രാജേഷ് അട്ടിമറിക്കപ്പെട്ടേക്കാം. അങ്ങനെ വെല്ലുവിളി നേരിടുന്ന ഈ മണ്ഡലങ്ങളിലൂടെ പോകുമ്പോൾ പട്ടാമ്പി അത് CPIയുടെ മണ്ഡലമാണ്. മണലൂർ CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. വടക്കാഞ്ചേരി, തൃപ്പൂണിത്തുറ, കൊച്ചി, പാല, കാഞ്ഞിരപ്പള്ളി, കുട്ടനാട്, റാന്നി, കോന്നി, ആറന്മുള, കുന്നത്തൂർ, പത്തനാപുരം, വർക്കല, നെടുമങ്ങാട്, കഴക്കൂട്ടം, പാറശാല, കാട്ടാക്കട, നേമം, തിരുവല്ല, ചെങ്ങന്നൂർ, ഇരിങ്ങാലക്കുട, തവനൂർ. ഇതിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും CPM തന്നെ ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളാണ്. ഈ സീറ്റുകളെ അട്ടിമറിക്കാനായിട്ട് UDFന് കഴിഞ്ഞില്ല എങ്കിൽ മൂന്നാം ഊഴം എന്ന് പറയുന്നത് ഉറപ്പാണ് എന്നാണ് ഇതിൻ്റെ പഠനം നടത്തിയ സമയത്ത് തോന്നിയ ഒരു കാര്യം. ഇതിൽ CPMൻ്റെ അനുഭാവികൾ വിശ്വസിക്കുന്ന ഇതെല്ലാം തന്നെ ഞങ്ങൾ ജയിക്കും എന്നുള്ളതായിരിക്കും. ഇതിൽ ചിലയിടങ്ങളിലെല്ലാം അട്ടിമറി നടത്തി CPMനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് UDFൻ്റെ അനുയായികൾ കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ പരിശോധനകൾ നടത്തുന്ന സമയത്ത് ഇവയിൽ പലയിടത്തും വീണ്ടും CPM തന്നെ ജയിച്ചു വരും എന്ന തോന്നലാണ് ഈ അടുത്ത കാലത്ത് ഓരോ സ്ഥലത്തും നിലനിൽക്കുന്നതായിട്ടുള്ള ട്രെൻഡുകൾ വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ 71 സീറ്റിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അത്ര ബുദ്ധിമുട്ടേറിയ ഒന്നല്ല എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നിലനിന്നാൽ പോലും ആ പ്രതിബന്ധങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇലക്ട്രോളൈൽ പൊളിറ്റിക്സ് ഈ നിയോജക മണ്ഡലത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാനീ പറഞ്ഞ 25 നിയോജക മണ്ഡലങ്ങളിൽ 20 പിടിച്ചാൽ തന്നെ മൂന്നാം ഊഴം എന്ന് പറയുന്നത് ഉറപ്പാക്കാനായിട്ട് കഴിയും. അങ്ങനെ പറയുമ്പോഴും ഞാൻ അതിക്ക് മുമ്പ് ഒരു 5 നിയോജക മണ്ഡലങ്ങൾ വെല്ലുവിളി നേരിടുന്നതാണ് എന്ന് പറഞ്ഞു. CPM വിമതർ വന്നിട്ട് CPMൻ്റെ ഉറച്ച മണ്ഡലങ്ങളാണ്. പക്ഷേ അവിടെ വേണമെങ്കിൽ വെല്ലുവിളി ഉണ്ടാകുകയും ആ വെല്ലുവിളികൾ CPMനെ തോൽപ്പിക്കുകയും ചെയ്താൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്നുവെച്ചാൽ 3, 4, 5 സീറ്റ് അവർക്ക് വീണ്ടും നഷ്ടപ്പെട്ടു പോവുകയും അവർ അധികാരത്തിൽ നിന്ന് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ തെളിയുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ പൊതുവെ ഈ പോൾ ഡാറ്റയെ ഇൻഡെപ്തായിട്ട് പരിശോധിക്കുന്ന സമയത്ത് CPMൻ്റെ വിജയം ഈ 71 സീറ്റിൽ സാധ്യമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്.